മഹത്തായ ആ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. ചരിത്രം വിഷയം നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ, അറിവിനിലാവിന്റെ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുക. ജാബിർ റളിയല്ലാഹു അൻഹു പറയാൻ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാണ്. എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്? ഇദാ കാന ആഖിറു ലൈലത്തിൻ മിൻ റമളാൻ, മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന സ്വഹാബ, പവിത്രമായ വിശുദ്ധമായ റമളാൻ മാസത്തിന്റെ അവസാന ദിനരാത്രങ്ങൾ അടുത്ത് വരുമ്പോ, റമളാനിന്റെ വിലമതിക്കാത്ത വിലപിടിപ്പുള്ള മഹത്തായ പവിത്രതകളേറെ പുണ്യങ്ങൾ നിറഞ്ഞ പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ ഓരോ രാത്രികൾ ഇങ്ങനെ അടുത്ത് വരുമ്പോ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ബഖത്തുസ് സമാവാതു വൽ അർളു വൽ മലായികതു മുസീബത്തുൽ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിന് വരാൻ പോകുന്ന ആ മുസീബത്തിനെ ആലോചിച്ച്, അഥവാ അവർക്ക് വരാൻ പോകുന്ന നഷ്ടത്തെ കുറിച്ച് ആലോചിച്ച്, അഥവാ അവരുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു സൗഭാഗ്യം അസ്തമിക്കുന്ന, സൗഭാഗ്യങ്ങൾ അവസാനിക്കുന്ന ഒരു നിമിഷത്തെ കുറിച്ച് ആലോചിക്കുമ്പോ, ബഖത്തുസ് സമാവാതു വൽ അർളു വൽ മലായിക, അല്ലാഹുവിന്റെ ആകാശലോകങ്ങൾ മുഴുവനും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹാബ വൽ അർളു, വിശാലമായി പരന്നു കിടക്കുന്ന ഭൂമി ലോകം കരയുകയാണ്. സഹാബ വൽ മലായികത്തു, മലക്കുകളും കരയുകയാണ്. അല്ലാഹുവിന്റെ അടിമകളായ, അല്ലാഹുവിന്റെ സൃഷ്ടികളായ ആകാശ ഭൂമി ലോകം കരയുന്ന ഒരു സമയം വരുന്നുണ്ട്. സഹാബ അത് എപ്പോഴാണെന്നറിയോ? ഇദാ കാന ആഖിറു ലൈലത്തിൻ മിൻ റമളാൻ, പരിശുദ്ധ റമളാനിലെ അവസാനത്തെ രാത്രിയാകുമ്പോഴാണ്. റമളാനിന്റെ അവസാനത്തെ രാത്രിയാകുമ്പോ അല്ലാഹുവിന്റെ ആകാശ ഭൂമി ലോകങ്ങൾ പൊട്ടി പൊട്ടി കരയുമെന്നാണ് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ അയ്യ മുസീബത്തിൻ ഹിയ, അതെങ്ങനെയാണ് മുസീബത്താകുന്നത് നബിയേ? അതെങ്ങനെയാണ് നഷ്ടമാകുന്നത് തങ്ങളെ? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇവിടെ മുസീബത്ത് എന്ന് പറഞ്ഞാൽ തഹാബു റമളാൻ, റമളാൻ മാസത്തിന്റെ വിട പറച്ചിലാണ്. മാസത്തിന്റെ വിട പറച്ചിലെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വല്ലാത്ത നഷ്ടമാണ്. അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമാണ്. അതാണ് ഇവിടെ മുസീബത്ത് കൊണ്ടുള്ള ഉദ്ദേശം. അഥവാ നമുക്ക് അല്ലാഹു തന്ന വിലമതിക്കാത്ത സുഹൃത്തുക്കളുണ്ടല്ലോ, അത് അവസാനിക്കുന്ന സ്വഹാബ, അത് റമളാൻ മാസം വിട പറയലോടുകൂടെ അവസാനിക്കുകയാണ്. ഇതാലോചിച്ചുകൊണ്ടാണ് ആകാശങ്ങൾ കരയുന്നത്, ഇതാലോചിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഭൂമികൾ കരയുന്നത്, ഇതാലോചിച്ചുകൊണ്ടാണ് അവന്റെ സൃഷ്ടിചരാചരങ്ങൾ മുഴുവനും ഈ ഭൂമി ലോകത്തിൽ നിന്ന് കരഞ്ഞു പോകുന്നതെന്ന് മുത്തു റസൂലുള്ള പറഞ്ഞതായി മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാൻ, സുഹൃതങ്ങളുടെ വാനലോകം അല്ലാഹു തുറന്നതെന്ന പരിശുദ്ധമായ റമളാൻ, എത്ര തെറ്റ് ചെയ്തവൻ തൗബ ചെയ്താലും അല്ലാഹു പുറത്തു കൊടുക്കുന്ന പരിശുദ്ധമായ റമളാൻ. റമളാനിന്റെ അവസാന നാളുകൾ വരുമ്പോ ശ്രേഷ്ഠതകൾ വർദ്ധിക്കുകയാണെന്ന് പഠിപ്പിച്ച ഒരേ ഒരു മാസം അത് പരിശുദ്ധമായ റമളാൻ. ആകാശഭൂമി ലോകങ്ങൾ ആകാശങ്ങൾ കരയുന്ന ഒരു സംഭവം മുത്തു റസൂലുള്ള സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ട് പറയുകയാണ്, അത് ദാബു റമളാനാണ്, റമളാൻ മാസത്തിന്റെ വിട പറച്ചിലാണ്. റമളാനിലെ അവസാന വെള്ളിയാഴ്ചയാണ് ചൗപ്പക്കാരാൻ, റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഉമ്മമാരെ, പാപ്പമാരെ. ഇനി ഒരു റമളാൻ വരുമ്പോ
നമ്മൾ ആരെല്ലാം ആ റമദാനിന് സ്വീകരിക്കാമുണ്ടാകുമെന്നറിയൂല. 27 കാണാൻ ഇനി നമ്മളുണ്ടോ എന്നറിയൂല. അടുത്ത റമദാനിന് വെള്ളിയാഴ്ച പള്ളിയിൽ പോവാൻ സൂറത്തുൽ കഹ്ഫ് ഓതാൻ നമ്മളുണ്ടോ എന്നറിയൂല. അടുത്ത റമദാൻ മാസം വരുമ്പോ നോമ്പെടുക്കാനും തറാവീഹ് നിസ്കരിക്കാനും സുഹൃതങ്ങൾ ചെയ്യാനും സ്വതക്കകൾ ചെയ്യാനും നന്മകൾ ചെയ്യാനും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനും നമ്മളുണ്ടോ എന്ന് നമുക്കറിയൂല. പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് ജീവിതത്തിൽ ഒരുപാട് റമദാനിൽ ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ ഉമ്മയുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ റമദാനിൽ നമ്മുടെ ബാപ്പയുണ്ടായിരുന്നവല്ലോ, കഴിഞ്ഞ റമദാനിൽ നമ്മുടെ ഭാര്യ ഭർത്താവ് ഉണ്ടായിരുന്നവല്ലോ, കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ പള്ളിയിൽ പോവാനും തറാവീഹ് നിസ്കരിക്കാനും 27 മറ്റേട്ടനാവിനും ഇത്തികാഫിന്റെ നിയ്യത്ത് വെച്ച് പള്ളിക്കകത്തിരിക്കാൻ നമ്മുടെ കൂട്ടുകാരനില്ലായിരുന്നോ ചെറുപ്പക്കാരാ? ഈ റമദാനിൽ അവർ മരണപ്പെട്ടു പോയില്ലേ? അടുത്ത റമദാൻ വരുമ്പോ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ പോവാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം തരോ അറിയൂല. ഇനി വിലമതിക്കാത്ത ദിവസങ്ങളാണ്, ഇത് വിലപിടിപ്പുള്ള ദിവസങ്ങളാണ്, ഇനി ചുരുങ്ങിയ ദിവസങ്ങളാ നമ്മുടെ മുന്നിലുള്ളത്. അല്ലാഹുവേ, ആ ദിവസം ഉപയോഗപ്പെടുത്തിയിട്ട് റബ്ബിലേക്ക് മനസ്സറിഞ്ഞ് മടങ്ങിയിട്ട് അല്ലാഹുമ്മ അജ്രിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനന്നാർ. ഈ അവസാനത്തെ 10 നരകത്തിൽ നിന്ന് പാപമോചനം തേടുന്ന 10 അല്ലാഹ്. ഈ അവസാനത്തെ രാവുകൾ, ഇനി വരാൻ പോകുന്ന അവസാന നിമിഷങ്ങൾ, റമദാൻ 28 ഇനി 29 രാവാണ് നമുക്കുള്ളത്. ഒരൊറ്റ രാവും കൂടിയാ നമുക്ക് വരാനുള്ളത്. ആ രാവിൽ നമുക്ക് റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി തൗബ ചെയ്യാം. ആ രാവിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മുടെ വീടിന്റെ അകത്തിരുന്ന് കണ്ട് നമ്മുടെ വീട് ഒറ്റിയിട്ട് രാവ് കണ്ട് പ്രകാശിപ്പിക്കുന്ന വീടായി മാറണോ? നമ്മുടെ വീടുകളിൽ എത്തിയിട്ട് രാവുകളെ കൊണ്ട് പ്രകാശിക്കുന്ന വീടായി നമ്മുടെ വീട് മാറട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്നലെ ലക്ഷക്കണക്കിന് വീടുകളിലാണ് ലക്ഷക്കണക്കിന് ഉമ്മമാരാ, ലക്ഷക്കണക്കിന് സഹോദര സഹോദരിമാരാണ് പരിശുദ്ധമായ റമദാനിന്റെ 27 രാവിന് ആ പ്രിയപ്പെട്ട കുടുംബങ്ങൾ അവരെ വീട് പ്രകാശമാക്കിയത്, അവരെ വീട്ടിലേക്ക് വെളിച്ചം നൽകിയത്. 27 രാവിലെ കിടന്നുറങ്ങാതെ ഖുർആനും ദിക്റുകളും സൽക്കർമ്മങ്ങളുമായി ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് അറിവിന്നിലാവിന്റെ മജ്‌ലിസിൽ ഇരുന്നുകൊണ്ട്, അറിവിന്നിലാവിന്റെ മജ്‌ലിസിൽ ഇരുന്നുകൊണ്ട് അവരെ തൗബ ചെയ്തത്. അല്ലാഹ് റബ്ബേ, നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. മില്യൺ കണക്കിന് വിശ്വാസികളാണ് അർഹമുർ റഹീമായ റബ്ബേ പരിശുദ്ധ റമദാനിന്റെ 27 രാവിൽ ദിക്ർ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനും തൗബ ചൊല്ലാനും ഒരുമിച്ച് കൂടിയത്. അവരെ വീടുകളിൽ അകത്തിന്റെ അകത്തിരുന്ന് കൊള്ളും അവര് തൗബ ചെയ്തപ്പോ റബ്ബേ, നീ അത് കബൂലാക്കണം അല്ലാഹ്, നീ അതൊക്കെ സ്വീകരിക്കണം അല്ലാഹ്. ഇന്നൊരൊറ്റ രാവാണ് നമുക്കുള്ളത് പ്രിയപ്പെട്ടവരെ. ആ രാവ് നമ്മുടെ വീട് പ്രകാശമാക്കാൻ, നമ്മുടെ വീട്ടിലെ വിഷമങ്ങളെ മാറാൻ, നമ്മുടെ വീട്ടിലെ സങ്കടങ്ങളെ മാറാൻ, നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മാറാൻ, നമ്മുടെ വീട്ടിലെ കഷ്ടപ്പാടുകൾ മാറാൻ 29 രാവ് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അത് നമ്മുടെ വീട്ടിന്റെ അകത്തിരുന്ന് കൊണ്ട് സ്വലാത്തുകളിൽ ദിക്റുകളിൽ ഖുർആൻ ഓതി അടുത്ത ഒരു രാവ് വരുമ്പോ ഇതുപോലെ വീട്ടിലിരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലാൻ എനിക്ക് കഴിയോ എന്നറിയൂല, സ്വലാത്ത് ചൊല്ലാൻ എനിക്ക് കഴിയോ എന്നറിയൂല. എന്റെ വീട് പ്രകാശമാക്കേണ്ടത് ഞാനാണ്, എന്റെ വീട് വെളിച്ചമാക്കേണ്ടത് ഞാനാണ്, എന്റെ വീട് അല്ലാഹുവിന്റെ പൊരുത്തമുള്ള വീടാക്കി മാറ്റേണ്ടത് ഞാനാ. ഇനി വരാ പോകുന്ന 29 രാവിലെ അവനവന്റെ വീട്ടിലിരുന്ന് ആ വീട് പ്രകാശമുള്ളതാക്കുക, ആ വീട് പൊരുത്തമുള്ള വീടാക്കുക, ആ വീട് അല്ലാഹു
അല്ലാഹുവിന്റെ ഇഷ്ടമുള്ള വീടാക്കുക. ഭർത്താക്കന്മാരും ചെറുപ്പക്കാരൊക്കെ പള്ളിയിൽ പോയി ഇത്തികാഫിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെ വീടിന്റെ കത്തളങ്ങളിൽ ഇരുന്നുകൊണ്ട് സ്വലാത്ത് ചൊല്ല്, ദിക്റുകൾ ചൊല്ല്, തൗബ ചൊല്ല്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹ് കത്തിയാലുള്ള ഭയാനകമായ നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരയാൽ എന്റെ അറിവിന്ദിലാവ് കേൾക്കുന്ന, റമളാനിലാവ് കേൾക്കുന്ന എല്ലാ ഉമ്മമാരോട് സ്നേഹത്തോടെ പറയുകയാണ്, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് പറയുകയാണ്, ഫഇന്ന ദഅവാത ഫീഹി, ആ റമളാനിലുള്ള ദുആ ഉണ്ടല്ലോ, മുസ്തജാബത്തുൽ ഇജാബത്തുള്ളതാണ് സഹാബാ. ദഹാബു റമളാൻ, റമളാനിന്റെ വിട പറച്ചിൽ വിശ്വാസികൾക്ക് നഷ്ടമാണ് സഹാബാ. റമളാനിന്റെ വിട പറച്ചിൽ വിശ്വാസികൾക്ക് നഷ്ടമാണ് സഹാബാ. കാരണം എന്താണ്? ഫഇന്ന ദഅവാത ഫീഹി മുസ്തജാബാ. ആ റമളാനിൽ ഓരോരുത്തർ ദുആ ചെയ്യുന്നത് അല്ലാഹു ഉത്തരം കൊടുക്കുന്ന പ്രാർത്ഥനയാണ്. ആര് ദുആ ചെയ്താലും അല്ലാഹു ഉത്തരം കൊടുക്കുന്നതാണ്. വസ്സദഖാതു മഖ്ബൂലാ. പരിശുദ്ധമായ റമളാൻ മാസം ചെയ്യുന്ന സദഖകൾ അല്ലാഹു കബൂലാക്കുന്നതാണ്, അല്ലാഹു സ്വീകരിക്കുന്നതാണ്, അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ പവിത്രമായ വിശുദ്ധമായ റമളാൻ മാസത്തിൽ പാവപ്പെട്ട യതീമക്കൾക്ക് വേണ്ടി വീട് വെക്കാൻ റമളാനിലാവിന്റെ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ മനസ്സുകൊണ്ട് നേർച്ചയാക്കിയത്. ഇന്നലെ റമളാനിൽ അറിവിന്ദിലാവിന്റെ 27 മജ്ലിസിൽ ഇരുന്നുകൊണ്ട് ലക്ഷക്കണക്കിന് ഉമ്മമാരാണ്, ലക്ഷക്കണക്കിന് ബാപ്പമാരാണ് പാവപ്പെട്ട യതീമക്കൾക്ക് വീട് വെക്കാൻ അവരെ മനസ്സുകൊണ്ട് നേർച്ചയാക്കിയത്. സ്വർണങ്ങളും സംഭാവനകളും യതീമക്കൾക്ക് വേണ്ടി നീക്കി വെച്ചു. അല്ലാഹ് നീ അവരെ കബൂലാക്കണം അല്ലാഹ്, നീ അവരെ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വസ്സദഖാതു മഖ്ബൂലാ. റമളാൻ മാസം ചെയ്യുന്ന സദഖകൾ മുഴുവനും മഖ്ബൂലത്തുൻ, അത് ഒരിക്കലും തട്ടിക്കളയൂല സവാബാ. അത് അല്ലാഹു സ്വീകരിക്കും സവാബാ, അത് അല്ലാഹു കബൂലാക്കും സവാബാ. എന്നിട്ടോ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വൽ ഹസനാതു മുളാഅഫാ. ചെയ്യുന്ന നന്മ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇരട്ടി പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകുന്നതാണ് സവാബാ. ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്, ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്, ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. ഒരു ചെറിയ നന്മ ചെയ്താൽ, ഒരു ചെറിയ നന്മ ചെയ്താൽ ആ നന്മക്ക് പോലെ അല്ലാഹു റമളാനിൽ 10 ഇരട്ടി പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വൽ അദാബ് മദ്ഫൂആ. അല്ലാഹു തീരുമാനിച്ചു വെച്ച അദാബുണ്ടെങ്കിൽ അതെല്ലാം തട്ടിമാറുന്നതാ സവാബാ, അതെല്ലാം തട്ടിമാറ്റുന്നതാണ് സവാബാ, അതെല്ലാം തട്ടിമാറ്റുന്നതാണ് സവാബാ. എന്നിട്ട് അവസാനം മുത്തുനബി പറയാണ്, ഫഅയ്യ മുസീബത്തിൽ അലമു മിൻ ദഹാബി റമളാൻ. ഇതല്ലേ റമളാൻ മാസം പോകുമ്പോ നമുക്ക് നഷ്ടം വരുന്നത്. പരിശുദ്ധമായ റമളാൻ മാസം നമ്മളോട് വിട പറയുമ്പോ ഇതിനേക്കാൾ വലിയ നഷ്ടമേതാ പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ വലിയ നഷ്ടമേതാ പ്രിയപ്പെട്ടവരെ. പുണ്യമായ റമളാന് വിട പറയുമ്പോ ഈ സുഹൃതങ്ങളൊന്നും വേറൊരു മാസത്തിൽ അല്ലാഹു നമുക്ക് തരൂലല്ലോ, ഈ സുഹൃതങ്ങളൊന്നും വേറെ ഒരു മാസത്തിൽ അല്ലാഹു നമുക്ക് തരൂലല്ലോ. ഇത് റമളാനിൽ അല്ലാഹു തരുന്ന ഓഫറാണ്, ഇത് റമളാനിൽ മാത്രം അല്ലാഹു നമുക്ക് തരുന്ന ഓഫറാണ്. ഫഇദാ ബഖത്തിസ് സമാവാതു വൽ അർളു ലിഅജ്ലിനാ ഫനഹനു അഹഖും ബിൽ ബുകാ. ആകാശഭൂമി ലോകങ്ങൾ കരയുന്നത് കണ്ടില്ലേ? ആകാശഭൂമി ലോകങ്ങൾ റമളാൻ മാസം വിട പറയുമ്പോ കരയുന്നത് കണ്ടില്ലേ?
ആകാശങ്ങളെ നീലിമയുടെ നിറം ചാർത്തി നീലാകാശം വട്ടമിട്ട് ഭംഗിയോടെ നിൽക്കുമ്പോ ആ ആകാശം റമളാൻ വിട പറയുന്നത് ഓർത്ത് കരയുകയാണ്. ഭൂമി കരയുകയാണ്. ഫനഹനു അഹ്കുൽ ഇലൈനാ ഫനഹനു അഹ്കും ബിൽ ബുകാ. നമ്മളല്ലേ കരയേണ്ടത് സ്വഹാബ, നമ്മളല്ലേ കരയേണ്ടത് സ്വഹാബ. വിശുദ്ധിയുടെ നാളുകൾ പോകുമ്പോ നമ്മുടെ കണ്ണല്ലേ നിറയേണ്ടത്. ആകാശങ്ങളുടെ കണ്ണ് നിറയുന്നതിലേറെ നമ്മുടെ കണ്ണ് നിറയണം മുഅ്മിനേ. ഭൂമി ലോകത്തിന്റെ കണ്ണ് നിറയുന്നതിലേറെ നമ്മുടെ കണ്ണുകൾ നിറയണം മുഅ്മിനേ. ഫനഹ്നു അഹ്കും ബിൽ ബുകാ. റമളാൻ പറയുമ്പോ നമ്മളാണ് കരയേണ്ടത്, നമ്മളാണ് കരയേണ്ടത്. അല്ലാഹുവേ, ആ റമളാൻ മാസം വിട പറയുമ്പോ ആകാശ ഭൂമി ലോകങ്ങൾ മുഴുവനും കരഞ്ഞുകൊണ്ട് റബ്ബിനോട് വിഷമം പറയുമ്പോ നമുക്കെന്തേ കരച്ചിൽ വരണ്ടേ? ഇനി ഒരു റമളാൻ എനിക്കുണ്ടോ റബ്ബേ? ഇനി ഒരു നോമ്പ് എനിക്കുണ്ടോ റബ്ബേ? ഇനി ഒരു തറാവ് എനിക്കുണ്ടോ റബ്ബേ? മഗ്ഫിറത്തിന്റെ രാവുകൾ ഇനി എനിക്കുണ്ടോ അല്ലാ? റഹ്മത്ത് ചൊരിയുന്ന റമളാനിനെ പോലെ റഹ്മത്ത് ചൊരിയുന്ന രാവുകൾ എന്റെ ജീവിതത്തിൽ ഇനി വരയാനുണ്ടോ അല്ലാ? ഇത് ജീവിതത്തിൽ അവസാനത്തെ റമളാനാക്കല്ലേ റബ്ബേ. ഇത് ജീവിതത്തിൽ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാ. അസ്സലാമു അലൈക്കും യാ ശഹ്റ റമളാൻ. പരിശുദ്ധമായ പുണ്യമായ റമളാൻ വിട പറയുകയാ. പുണ്യമായ റമളാൻ വിട പറയുകയാ. റമളാനിലെ വെള്ളിയാഴ്ച എന്ന് വിട പറയുകയാണ്. പുണ്യമായ റമളാനിലെ വെള്ളിയാഴ്ച എന്ന് വിട പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ റമളാന് വിട പറയുമ്പോ കണ്ണീരോടെ നമുക്ക് 100 ഇസ്തിഗ്ഫാർ ചൊല്ലി ഇന്ന് രാത്രി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാ, ഞങ്ങളെ മരണപ്പെട്ട ഖബറിന്റെ അകത്ത് കിടക്കുമ്പോ, ഞങ്ങളെ മരണപ്പെട്ട ഖബറിന്റെ അകത്ത് കിടക്കുമ്പോ, ആരാരുമില്ലാത്ത ഖബറിന്റെ അകത്ത് ഞങ്ങളെ ഒറ്റയ്ക്ക് കിടക്കുമ്പോ ഞങ്ങളെ ഖബറിടത്തിലേക്ക് നിന്റെ സവാബിനെ എത്തിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളെ ഖബറിലേക്ക് റമളാനിന്റെ പ്രകാശം എത്തിച്ചു തരണമല്ലാ. റമളാനിന്റെ പ്രകാശം എത്തിച്ചു തരണമല്ലാ. റമളാനിന്റെ പ്രകാശം എത്തിച്ചു തരണമല്ലാ. റമളാനിന്റെ പ്രകാശം എത്തിച്ചു തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്, അല്ലാഹുവേ, വിശുദ്ധമായ റമളാൻ മാസം വിട പറയുമ്പോ, വിശുദ്ധമായ റമളാൻ മാസം വിട പറയുമ്പോ, പവിത്രതയുള്ള റമളാൻ മാസം വിട പറയുമ്പോ ഇനി ഒരു രാവാ നമ്മുടെ മുന്നിലുള്ളത്. അല്ലാഹ്, ഇനി ഒരു രാവാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇനി ഒരു രാവാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ രാവ് നമ്മൾ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തുക. 29 രാവ് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ 29 രാവിനെ നല്ലതുപോലെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ നാട്ടിലെ പള്ളികളിലും മദ്രസകളിലും മഹല്ലുകളിലൊക്കെ പ്രോഗ്രാം നടക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിനെയും മക്കളെയും നമ്മൾ പറഞ്ഞു വിടുമല്ലോ. അല്ലാഹ്, അവര് പള്ളിയിൽ പോയി ഇഅ്തികാഫിരുന്ന് തറാവി നിസ്കരിച്ച് ദിക്ർ ദുആ തൗബ ചെയ്ത് മടങ്ങി വരുമ്പോ എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, നമ്മുടെ വീട് 29 രാവിൽ നമ്മൾ പ്രകാശിപ്പിക്കുന്ന വീടായി മാറണം. 29 രാവോടുകൂടെ ഈ വർഷത്തെ പരിശുദ്ധമായ റമളാൻ വിട പറയുമ്പോ അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്ന് ദിക്റുകൾ, തക്ബീറുകൾ, സ്വലാത്തുകൾ, അല്ലാഹുമ്മ
അജിർനി മിനന്നാർ അസ്സലാമു അലൈക്കും യാ ശഹ്റ റമളാൻ എന്ന് പറഞ്ഞ് പള്ളികളിൽ നിന്ന് ഉസ്താദുമാരും പ്രിയപ്പെട്ടവർ റമളാനോട് സലാം പറയുമ്പോ വീട്ടിലിരുന്ന് നമുക്ക് ചൊല്ലാം, വീട്ടിലിരുന്ന് റമളാനിനെ നമുക്ക് യാത്രയാക്കാം. എല്ലാ സഹോദര സഹോദരിമാരും മറക്കരുതേ, മറക്കരുതേ. നാളെ 29 രാവാ, നാളെ 29 രാവാ, നാളെ 29 രാവാ, റമളാനിലെ അവസാനത്തെ രാവാ, ഈ റമളാനിലെ അവസാനത്തെ രാവാ, ഈ റമളാനിലെ അവസാനത്തെ രാവാ. ആ അവസാനത്തെ രാവിലിരുന്ന് കൊണ്ട് വീട്ടിൽ നിന്ന് റമളാനിനോട് സലാം പറയുക. എന്റെ റൂമിന്റെ അകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് സലാം പറയുക റമളാനിനോട്. റമളാനെ വിട പറയുകയാണ്. ഇനി നീ വരുമ്പോ ഈ ഉമ്മയുണ്ടോ എന്നറിയൂല, ഈ ഉമ്മാമയുണ്ടോ എന്നറിയൂല, ഈ പാപ്പയുണ്ടോ വലിയപ്പയുണ്ടോ എന്നറിയൂല. അടുത്ത വർഷം വരുമ്പോ ഈ റൂമിന്റെ അകത്തിരുന്ന് ഇതുപോലെ മജ്‌ലിസ് കേട്ട് സ്വലാത്ത് ചെല്ലാൻ ദിക്ർ ചെല്ലാൻ ഞാനുണ്ടോ എന്നറിയൂല. റമളാൻ നാളെ അല്ലാഹുവിന്റെ ലോകത്ത് വന്ന് എനിക്കെതിരെ സാക്ഷി നിൽക്കരുത്, എനിക്ക് അനുകൂലമായി സാക്ഷി പറയണോ അല്ലാ. അതിനാണ് മുത്തുനബി ദുആ ചെയ്തത്, അല്ലാഹുമ്മ അജ്അൽനാ മിമ്മൻ ശഹീദ ലഹും ശഹ്റ റമളാൻ. അല്ലാ മഹാന്മാരെ ദുആ ചെയ്തില്ലേ, റമളാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിർത്തി റബ്ബേ, റമളാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിർത്തി റബ്ബേ, റമളാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിർത്തി റബ്ബേ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കണ്ണീരോടെ നമ്മൾ യാത്ര പറയണം. ആകാശഭൂമികൾ കരയുമെന്ന് മുത്തുനബി പറയുമ്പോ നമ്മൾ കരഞ്ഞിട്ടില്ലെങ്കിൽ സങ്കടമല്ലേ. ആകാശഭൂമി ലോകങ്ങൾ, ആകാശഭൂമി മുഴുവനും അല്ലാഹുവിന്റെ റമളാൻ, പരിശുദ്ധ റമളാനിന്റെ വിട പറച്ചിൽ ആലോചിച്ച് കരയുമ്പോ നമ്മുടെ കണ്ണെന്ന് നിറയണ്ടേ, നമ്മുടെ കണ്ണെന്ന് നിറയണ്ടേ. നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നൊരു മാസം റമളാനല്ലാതെ പിന്നെ നമുക്ക് കാണാൻ പറ്റുമോ? സ്വർഗത്തിന്റെ കവാടങ്ങളെ മറക്ക തുറക്കപ്പെട്ട മാസം റമളാനല്ലാതെ പിന്നെ നമുക്ക് കാണാൻ പറ്റുമോ? പിശാചിന് ചെങ്ങലക്കിട്ട മാസം റമളാനല്ലാതെ പിന്നെ നമുക്ക് കാണാൻ പറ്റുമോ? സുഹൃതങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം അല്ലാഹു നൽകുന്ന മാസം റമളാനല്ലാതെ പിന്നെ നമുക്ക് കാണാൻ പറ്റുമോ? ചെയ്യുന്ന സദഖകൾക്ക് അല്ലാഹു ഇരട്ടി പ്രതിഫലം തരുന്ന മാസം റമളാനല്ലാതെ നമുക്ക് കാണാൻ പറ്റുമോ? പാവപ്പെട്ട യതീമക്കൾക്ക് സ്നേഹ വീടൊരുക്കി കൊടുക്കുമ്പോ റമളാനിലാവ് കേൾക്കുന്ന ഓരോ എന്റെ ഉമ്മമാരോടും പാപ്പമാരോടും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു നല്ല നീയത്ത് വെച്ചിട്ട് മറക്കരുത്. യതീമക്കളെ നിങ്ങൾ മറന്നു പോകരുത്, അവരെ ചേർത്ത് പിടിക്കുക. അറിവിന്ദിലാവിനോട് അറിവിന്ദിലാവിന്റെ കാരുണ്യ പദ്ധതികളിൽ എല്ലാവരും പങ്കാളികളാവുക. ഒരാളും മാറി നിൽക്കരുത്, എല്ലാവരും പങ്കാളികളായി അല്ലാഹുവിന്റെ ലോകത്ത് വരുമ്പോ നമുക്ക് വിളിച്ചു പറയാമല്ല, പാവപ്പെട്ട യതീമിനെ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ സഹായിച്ചു റബ്ബേ. പരിശുദ്ധ റമളാനിലാണ് ഞാനത് ചെയ്തതല്ല. ഇനി നൽകിയത് എന്നെ കൊണ്ട് കഴിയുന്ന സമയത്താണെങ്കിലും റമളാനിൽ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആ തീരുമാനം എടുത്തിട്ടുണ്ട്. അല്ലാ, ഒരു പക്ഷേ എനിക്ക് സാമ്പത്തികമായി അള്ളാഹു കഴിവ് തരുമ്പോഴാണ് ഞാൻ സഹായിക്കുന്നത്. പക്ഷേ എന്റെ മനസ്സിന്റെ അകത്ത് ഞാൻ ആ തീരുമാനം എടുത്തത് പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാവാറാവില്ല. അല്ലാ അല്ലാ, ആ ഒരു നീയത്തിന്റെ കാരണം കൊണ്ട് എനിക്ക് നല്ല ഒരു മരണം തരണമല്ല, എനിക്ക് നല്ലൊരു മരണം തരണമല്ല, എനിക്ക് നല്ല ഒരു മരണം തരണമല്ല, എനിക്ക് നല്ല ഒരു മരണം തരണേ തമ്പുരാനെ. അങ്ങനെയാ നമ്മുടെ പ്രാർത്ഥന വരേണ്ടത്.
വരേണ്ടത്, അങ്ങനെയാ നമ്മുടെ ദുആ വരേണ്ടത്, അങ്ങനെയാ നമ്മുടെ പ്രാർത്ഥനകൾ വരേണ്ടത്. ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്ന കരയാമെന്ന് രാത്രി കണ്ണീരോടെ 100 ഇസ്തിഗ്ഫാർ ചൊല്ലി. പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാനിനെ കണ്ണീരോടെ നമുക്ക് 100 ഇസ്തിഗ്ഫാർ എന്ന് ചൊല്ലാം. അല്ലാഹുവേ അല്ലാഹുവേ, പുണ്യമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. പവിത്രമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. പവിത്രമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങളെ മനസ്സിലുണ്ടോ, എന്തെല്ലാം ഉദ്ദേശങ്ങൾ ഞങ്ങളെ മനസ്സിലുണ്ടോ, എല്ലാ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു തരണേ റഹ്മാനേ, സാധിപ്പിച്ചു തരണേ റഹ്മാനേ, സാധിപ്പിച്ചു തരണേ റഹ്മാനേ. എന്തെല്ലാം ഉദ്ദേശമുണ്ടോ എല്ലാം നീ സാധിപ്പിച്ചു തരണേ റഹ്മാനേ. അസ്സലാമു അലൈക്കും യാ ശഹ്റ റമളാൻ, അസ്സലാമു അലൈക്കും യാ ശഹ്റ റമളാൻ.